Hello my dears, shall we do the activities in the unit 3 in harmony? Let's check the first activity. Activity 1, identify appropriate pairs of words from the following table. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വേർഡ്സ് തമ്മിൽ കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബീസ് ബസ്ഡ്. ബീസ് ഉണ്ടാക്കുന്ന സൗണ്ടാണ് ബസ്ഡ്. നെക്സ്റ്റ് നമ്മൾ ബേബി ഉണ്ടാക്കുന്ന സൗണ്ട് എന്താ? യെസ്, ഗിഗിൾഡ്. നെക്സ്റ്റ് സ്നേക്ക് ഉണ്ടാക്കുന്ന സൗണ്ട് എന്താ? ഹിസ്ഡ്. നെക്സ്റ്റ് ക്ലോക്ക് ഉണ്ടാക്കുന്ന സൗണ്ട് എന്താ? ടിക് ടിക് ടിക്കിഡ് അല്ലേ. നെക്സ്റ്റ് ബെൽസ് ഉണ്ടാക്കുന്ന സൗണ്ട് എന്താ? ജിങ്കിൾഡ്. പിന്നെ ലീവ്സ് ഉണ്ടാക്കുന്ന സൗണ്ട് റസിൽഡ്. ഓക്കെ, അതിവിടെ എഴുതുക. ആക്ടിവിറ്റി 2, ദ ക്രോ സോ റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. നമ്മുടെ ക്രോ റോക്കി ട്രീയിൽ കയറുന്നത് കണ്ടു. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. അവളുടെ കൂടെ ആ മരത്തിൻ്റെ മുകളിലുണ്ട്. വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്. എന്തായിരിക്കും അവൾ അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും? അപ്പോൾ തോട്ട്സ് ആകുമ്പോൾ ഫീലിങ്സോട് കൂടി നമ്മൾ ആ ഒരു എന്തെങ്ങനെ എഴുതിയാൽ പോലെ നമ്മുടെ ഫീലിങ്സോട് കൂടി വേണം തോട്ട്സ് എഴുതാൻ അല്ലേ. അപ്പോൾ ഓ നോ, ദ ഡോഗ് ഈസ് ട്രൈങ് ടു ക്ലൈംബ് ദ ട്രീ. ഓ അയ്യോ, ആ നായ റോക്കി മരത്തിൽ കയറാൻ നോക്കുക. മൈ ചിക്സ് ആർ ഹംഗ്രി. എൻ്റെ ചിക്സൊക്കെ വിശന്നിട്ടാണ് ഉള്ളത്. ഇൻ ദ നെസ്റ്റ് അപ്പ് ദർ. അവിടെയുള്ള നെസ്റ്റിൽ. വിൽ ദ ഡോഗ് ഡിസ്ട്രോയ് ദ നെസ്റ്റ്. നായ കൂട് നശിപ്പിക്കുമോ? വിൽ ഇറ്റ് ഹേർട്ട് മൈ ചിക്സ്. അവൻ എൻ്റെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുമോ? ഐ മസ്റ്റ് പ്രൊട്ടക്ട് ദം. ഞാൻ എങ്ങനെയെങ്കിലും അവരെ സംരക്ഷിക്കണം. ഐ വിൽ പെക്ക് അറ്റ് ദ ഡോഗ്സ് ഹെഡ്. ഞാൻ എങ്ങനെയെങ്കിലും അവൻ്റെ തലയിൽ കൊത്തു കൊടുക്കും. പെക്ക്, ഞാൻ നല്ല കൊത്തു കൊടുക്കും. ആൻഡ് സ്കെയർ ഇറ്റ് അവൻ. എന്നിട്ട് അവനെ ഓടിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ഒബ്സർവ് ദ പിക്ചർ, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. ഈ ഒരു പിക്ചർ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. എന്നിട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ബുക്കിലേക്ക് എഴുതുക. നമുക്കതൊന്ന് എഴുതി നോക്കാം. എ മാൻ ഈസ് സിറ്റിംഗ് നിയർ ദ റിവർ ആൻഡ് ഫിഷിംഗ്. എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് നിയർ ദ വാട്ടർ. An old man is rowing a boat on the river. A cow is drinking water from the river. A dog is running and playing near the cow. The trees and the plants are green and full of leaves. There are red flowers near the water. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. ആക്ടിവിറ്റി 4, some pictures from the story are given in the column A. Match them with events in column B. ഇവിടെ 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിലുള്ള ലെറ്റേഴ്സ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന വേർഡ്സിനോട് മാച്ച് ചെയ്യുക. ഫസ്റ്റത്തത് ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. ഏതാത് പിക്ചർ? യെസ്, ലെറ്റർ സി അല്ലേ. നെക്സ്റ്റ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ. കൂട് താഴെ വീണു. യെസ്, എ. ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. ബ്രാഞ്ച് പൊട്ടി കാറ്റത്ത്. യെസ്, ഡി. Rocky saved the mother crow. Here, letter B. Now write down the events in your notebook in order. ഇത് നിങ്ങൾ ഓർഡറിൽ എന്ത് ചെയ്യുക? നോട്ട് ബുക്കിൽ എഴുതുക. ആക്ടിവിറ്റി 5, dialogues of some characters in the story are given below. Identify the speaker. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ആരാ പറഞ്ഞതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ ഡയലോഗ് ആരാ പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ആരാ പറഞ്ഞേ? ഹൂ സെഡ് ദിസ് വേർഡ്? റോക്കി. ലീവ് മീ. എന്നെ വിട്. ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. ഞാൻ ആ സ്ക്വിറലിനെ പിടിക്കട്ടെ. ഹൂ സെഡ് ദിസ്? യെസ്, ദ ക്യാറ്റ്. ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ. എന്നെ രക്ഷിക്കൂ. ഹൂ സെഡ് ദിസ്? യെസ്, മദർ ക്രോ. ആക്ടിവിറ്റി 6, റീഡ് ദ റിഡിൽസ് ഗിവൺ ബിലോ. താഴെ ഒരു കടങ്കഥ കൊടുത്തിട്ടുണ്ട്. മേക്ക് സ്യൂട്ടബിൾ റിഡിൽസ് ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അതുപോലത്തെ റിഡിൽസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? എഴുതുക. ഫസ്റ്റ് പീകോക്കിൻ്റെത്. ഐ ഹാവ് ലോങ് ഫെതേഴ്സ്. എനിക്ക് വലിയ ഫെതേഴ്സ് ഉണ്ട്. ഐ ഡാൻസ് ഇൻ ദ റെയിൻ. ഞാൻ റെയിനിൽ ഡാൻസ് ചെയ്യും. ഐ എം വെരി ബ്യൂട്ടിഫുൾ. എന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഹു ആം ഐ? ഞാൻ ആരാ അല്ലേ. അപ്പോൾ അതേപോലെ നമ്മുടെ ഇവിടെ ആരാ? വുഡ് പെക്കറിൻ്റെത്. മൈ ബീക്ക് ഈസ് സ്ട്രോങ്. ഐ പെക്ക് ഓൺ ട്രീസ്. ഐ ഹാവ് ഫെതർ ക്രൗൺ. ഹു ആം ഐ? അതുപോലെ ഇനി ഡോഗിൻ്റെത്. ഐ ആം യുവർ ഫ്രണ്ട്. ഗാർഡ് യുവർ ഹൗസ്. മൈ കിഡ് ഈസ് കോൾഡ് പപ്പി. ഹു ആം ഐ? നല്ലൊരു റിഡിലല്ലേ. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാം. ഇനി എലിഫൻറ്റിൻ്റെ. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ്. ഐ ഹാവ് ടസ്ക്. കൊമ്പുണ്ട്. ഐ ഹാവ് ട്രങ്ക്. തുമ്പിക്കൈയുണ്ട്. ഹു ആം ഐ? ഞാൻ ആരാ?
Next, activity 7. Here are the pictures of some animals and their young ones. ഇവിടെ കുറച്ച് ആനിമൽസും അതിൻ്റെ യങ് വൺസിനെയും കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദം, അത് കണ്ടുപിടിക്കുക. റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ് ഇൻ ദ സ്പേസ് ഗിവൺ. തന്നിരിക്കുന്നിടത്ത് മിസ്സിംഗ് വേർഡ്സിനെ എഴുതുക. 1 ഈസ് ഡൺ ഫോർ യു ഒന്ന് ചെയ്തിട്ടുണ്ട്. കൗ, കൗവിൻ്റെ ബേബി കാഫ്. പപ്പി, ആരുടെ ബേബിയാ? യെസ്, ഡോഗിൻ്റെ ബേബി പപ്പി. കാറ്റിൻ്റെ ബേബി ആരാ? ഹു ഈസ് ദ ബേബി ഓഫ് കാറ്റ്? കിറ്റൺ. കിഡ്, ആരുടെ ബേബിയാ? ഗോട്ട്. ഹു ഈസ് ദ ബേബി ഓഫ് ബേർഡ്? ചിക്ക്. ഔലറ്റ്, ആരുടെ ബേബിയാ? ഔൾ. ആക്ടിവിറ്റി 9. ഹിയർ ഈസ് എ ഷോർട്ട് പോം അബൌട്ട് പാരറ്റ്. റീഡ് ഇറ്റ്. ഇവിടെ പാരറ്റിനെ കുറിച്ചൊരു ഷോർട്ട് പോം കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക. ഗ്രീൻ പാരറ്റ്. Green parrot, how do you cry? Screech, 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 goes my cry. ഇതുപോലെ now write 4 lines about crow. കാക്കനെ കുറിച്ച് 4 ലൈൻസ് എഴുതുക. give a title to, ഒരു ടൈറ്റിലും കൂടെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ടൈറ്റിൽ എന്തായിരുന്നു? ഗ്രീൻ പാരറ്റ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കുക? ബ്ലാക്ക് ക്രോ. ബ്ലാക്ക് ക്രോ, ബ്ലാക്ക് ക്രോ, how do you cry? Ka, 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 goes my cry. Write a stanza about a cat. Give a title to. കാറ്റിനെ കുറിച്ച്. ഇതിപ്പോൾ വൈറ്റ് ക്യാറ്റ് ആണ് അല്ലേ? വൈറ്റ് ക്യാറ്റ്, how do you cry? Meow, 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 goes my cry. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഏത് ആനിമലിനെ കുറിച്ചും എഴുതാം. Activity 10. Observe the birds around you and prepare a bird watching diary in your notebook. പക്ഷി നിരീക്ഷണ കുറിപ്പ്. അതെന്ത് ചെയ്യണം? എഴുതണം. അപ്പം അതിലെന്തൊക്കെ വേണം? ഡേറ്റും ടൈമും വേണം. നെയിം ഓഫ് ദ ബേർഡ്, ഏത് പക്ഷിയെ കണ്ടു, അതിൻ്റെ കളറ് അല്ലെങ്കിൽ കളേഴ്സ്, സൈസ് വേണം, മീഡിയം, ബിഗ്, സ്മോൾ ആണോ, ആക്ഷൻസ് എന്തായിരുന്നു അത് ചെയ്യുന്നുണ്ടായിരുന്നത്, വേർഡ് ഡിഡ് യു സീ, എവിടെ നിന്നാണ് നിങ്ങളതിനെ കണ്ടത്. അപ്പം ഞാനൊരു ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ സംഭവം സിമ്പിളായിട്ടൊന്ന് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക. ഇവിടെ നിന്ന് കണ്ടു, പിന്നെ എന്തായിരുന്നു അതിൻ്റെ നിറം എന്താണ്, സൈസ് എന്താണ്, ഓക്കെ. അപ്പോൾ പീക്കോക്ക്, ക്രോ, ഡോവിനെ കുറിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ്, ആക്ടിവിറ്റി 11. റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നമ്മുടെ റോക്കിയുടെ കഥ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ വരുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ആ സ്റ്റോറി കിട്ടും. ഹൂ വോക്ക് അപ്പ് റോക്കി? ദ മദർ ക്രോ woke up Rocky. What did Rocky see? Rocky saw a cat. What did Crow do? Crow disturbed Rocky. What did Rocky do then? He walked away from there. Who snatched the bone from Rocky? The mother crow snatched the bone from Rocky. What happened to Crow's nest on a rainy day? Rainy day. The nest fallen down. എന്നിട്ട് എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻ ടു ദ മദർ ക്രോ? എ ബ്രാഞ്ച് fall on her. ഒരു ബ്രാഞ്ച് അവളുടെ മുകളിൽ വീണു. ഹൂ സേവ്ഡ് ദ മദർ ക്രോ? യെസ്, ദ റോക്കി സേവ്ഡ് ദ മദർ ക്രോ. ഈ രീതിയിൽ എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ നരേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങൾ നിങ്ങളുടേതായ വാക്കിൽ എഴുതുക. യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ. നിങ്ങൾക്ക് ചിത്രങ്ങളും വരക്കാം. നെക്സ്റ്റ്, ആക്ടിവിറ്റി 12. ഒബ്സർവ് ദ പിക്ചേഴ്സ്. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. താഴെ നിങ്ങൾ ഈ ചിത്രം നോക്കിയിട്ട് ഒരു കഥ എഴുതുക. റാബിറ്റ് എന്ത് ചെയ്യുന്ന സ്വപ്നം കാണുന്നൊരു ഗാർഡൻ ഉണ്ടാക്കാൻ അല്ലേ. ആൻഡ് ഹീ ഈസ് ടെല്ലിങ് അബൌട്ട് ഇറ്റ് ടു ഹിസ് ഫ്രണ്ട്സ്. ആൻഡ് ദേ സ്റ്റാർട്ടഡ്. ദിസ് മൗസ് ഡിഗ്ഡ് ദ സോയിൽ. ക്രോ സോ ദ സീഡ്സ്. എലിഫൻറ്റ് pouring water. Cow is planting the saplings അല്ലേ. ഫൈനലി വാട്ട് ഹാപ്പൻഡ്? ദേ ഗോട്ട് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. നിങ്ങളൊരു കഥ എഴുതുക. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടൊരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. ദ ഗാർഡൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. Benny the rabbit found a soft patch of land and invited his friends Mia Rat, Cuckoo, Ella and Daisy to create a garden together. Mia the rat dug holes. Cuckoo the crow planted seeds. Ella the elephant watered them and Daisy the cow enriched the soil. Soon the seeds grew into a beautiful garden. The friends became very happy. They loved their garden and cared it. നല്ലൊരു സ്റ്റോറിയാണ്. Now activity 13. Activity 13. Observe the picture and the list of animals given below. താഴെ തന്നിരിക്കുന്ന ആനിമൽസിനെയും അതുപോലെ ഈ ലിസ്റ്റും നിങ്ങൾ നോക്കുക. എന്നിട്ടോ റൈറ്റ് ദ കറസ്പോണ്ടിങ് നമ്പർ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഓരോ ആനിമലിൻ്റെ നേരെയും ഇപ്പം ഉദാഹരണത്തിന് 9, അതിൻ്റെ നേരെ എന്ത് ചെയ്യണം? 9 ആരാണെന്ന് മാർക്ക് ചെയ്യണം.
സോ 9 ജാഗ്വർ. അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ബാക്കിയുള്ള എല്ലാ ആനിമൽസിനെയും മാർക്ക് ചെയ്യണം. നമ്പർ 1 യാക്ക്, ഇതവിടെ ഉണ്ട്. നമ്പർ 2 ലയൺ, ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് നമ്പർ 3 ഇറ്റ്സ് എലിഫൻറ്റ്, ഇവിടെ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് നമ്പർ 4 മീർ കാറ്റ്, ഇതാ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് നമ്പർ 5 ക്വാക്ക, അത് ഓൾറെഡി മാർക്ക്ഡ് ആണ്. നമ്പർ 6 ഫോക്സ്, ഹിയർ. നെക്സ്റ്റ് നമ്പർ 7 നിൽഗായ്, ഹിയർ. നമ്പർ 8 ജിറാഫ്. 9 ജാഗ്വർ, യെസ്, നമ്പർ 9 ജാഗ്വർ ഓൾറെഡി മാർക്ക്ഡ് ആണ്. നെക്സ്റ്റ് നമ്പർ 10 ഏതാ, അലിഗേറ്റർ, ഇറ്റ്സ് ഹിയർ. നമ്പർ 11 വോൾ, ഓൾറെഡി മാർക്ക്ഡ് ആണ്. നമ്പർ 12 കാംഗ്രൂ, ഹിയർ. നമ്പർ 13 ചിമ്പാൻസി, ഹിയർ. നമ്പർ 14 ഇഗ്വാന, ഇവിടെ താഴെയുണ്ട് അല്ലേ. നെക്സ്റ്റ് നമ്പർ 15 സ്ക്വിറൽ ഓൺ ദ branch of the tree. 16 what dog, here it's already marked. Next 17 hippopotamus. 18 tiger, here. 19 bear, here. 20 orangutan, already marked ആണ്. 21 zebra. 22 uriel, it's already marked here. 23 deer, here. 24 rabbit. Next 25 xenurine, yes, it's already marked. Next 26 porcupine, മുള്ളംപന്നി അല്ലേ, യെസ്, ഇറ്റ്സ് മാർക്ക്ഡ് ഹിയർ. പിന്നെ ലിസ്റ്റ് ദ ആനിമൽസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ യുവർ നോട്ട്ബുക്ക്. എ മുതൽ സെഡ് വരെ ആ ഒരു രീതിയിൽ ഇതിൻ്റെ പേരുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. നമുക്കതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. Here are all 26 animals listed in alphabetical order. നമ്മൾ ആനിമൽസിനൊക്കെ കണ്ടെത്തി. ഇനി നമുക്കതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് വൺ അലിഗേറ്റർ, ദെൻ ബെയർ, ചിമ്പാൻസി, ഡീർ, എലിഫൻറ്റ്, ഫോക്സ്, ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്, ഇഗ്വാന, ജാഗ്വാർ, കാംഗ്രൂ, ലയൺ, മീർകാറ്റ്. നിൽഗൈ, ഒറാങ്ങുട്ടൻ, പോർക്യുപൈൻ, quokka, rabbit, squirrel, tiger, uriel, wolf, warthog, xenurine, yak, zebra. ഓക്കെ, സോ ഇത്രയും അനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യുക, ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക. ആക്ടിവിറ്റി 14 ഡിജി ടാസ്ക്. വീഡിയോ ക്ലിപ്പ് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഡു യു ഹാവ് എ പെറ്റ്, നിങ്ങൾക്കൊരു പെറ്റ് ആനിമൽ ഉണ്ടോ? ട്രൈ ടു റെക്കോർഡ് വീഡിയോ ഓഫ് ആക്ഷൻസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ഓഫ് യുവർ പെറ്റ് വിത്ത് ഓഡിയോ കമൻട്രി ആൻഡ് സെൻഡ് ഇറ്റ് യുവർ ടീച്ചർ. നിങ്ങളുടെ പെറ്റ് അനങ്ങുന്നതും ഒക്കെ കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ടീച്ചറിന് അയച്ചു കൊടുക്കാം. ഓഡിയോ ഡയറി. റെക്കോർഡ് ആൻ ഓഡിയോ ക്ലിപ്പ് നാരേറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഈവൻറ്റ്സ് സച്ച് ആസ് ദ കലോത്സവം, സ്പോർട്സ് മീറ്റ് എക്സെട്ര ഹെൽഡ് ഇൻ യുവർ സ്കൂൾ. ഇപ്പോൾ കലോത്സവങ്ങളുടെ കാലമാണ്, അപ്പോൾ നിങ്ങൾക്ക് കലോത്സവമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്.